ഇത് എന്താ പറയണ്ടേ, പരിസ്ഥിതി എന്നുള്ള സംഭവം ഒരു ദിവസം മാത്രം ഒതുങ്ങാണ്ട്, അല്ലെങ്കിൽ പരിസ്ഥിതി നമ്മൾ ഇഷ്ടപ്പെടുന്നത്, പരിസ്ഥിതിയെ പറ്റി ഓർക്കേണ്ടുന്നത്, നമ്മൾ ജീവിക്കുന്ന പോലെ തന്നെ അത് പാരലലി പോകേണ്ടുന്നൊരു സംഭവമാണ് മനസ്സിലാക്കുക. ഫോട്ടോ എടുത്ത് അത് പബ്ലിസൈസ് ചെയ്യാൻ വേണ്ടി മാത്രം ചെയ്യുന്നതിനപ്പുറത്തേക്ക് ലെറ്റ് ദാറ്റ് ബി വൺ ഓഫ് ദിയർ ഹാബിറ്റുകളായിക്കോട്ടെ, അല്ലെങ്കിൽ വീട്ടിൽ ഉള്ള ബാക്കി ഹൗസ് ഹോൾഡ് കോഴ്സ് നമ്മൾ വിളിക്കുന്ന കുറച്ച് കാര്യങ്ങളും ഒരു ടാസ്ക് ഷിഫ്റ്റിംഗ്, ഒരു പാരലി നമ്മൾ രണ്ടുപേരും ചെയ്യുന്നു. അപ്പോൾ ആ ഒരു സ്ട്രെസ് വൈഫിൽ എന്താക്കും ഒന്ന് കുറയാനായിട്ട് സാധിക്കും. നമസ്കാരം, ഏവർക്കും എൻ ടോക്സ് അഭിമുഖത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പമുള്ളത് മലപ്പുറം ജില്ലാ മാനസിക ആരോഗ്യ വിഭാഗത്തിലെ സൈക്കാട്രിക് സോഷ്യൽ വർക്കറായിട്ടുള്ള ധന്യ പുത്തൻവീട്ടിലാണ്. നമ്മുടെ കുട്ടികളുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ രക്ഷിതാക്കളുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ ഈ കോവിഡ് കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, മനസ്സിലാക്കിയിരിക്കേണ്ട മാനസിക ആരോഗ്യവുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് ഇന്ന് നമ്മുടെ എൻ ടോക്സിലുള്ളത്. ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ചർച്ചയിൽ നമ്മൾ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് കോവിഡ് സമയത്ത് ഉണ്ടാകുന്ന മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതിൽ ഇന്ന് നമ്മളോടൊപ്പമുള്ള ധന്യ മാം, സ്വാഗതം. എന്തായാലും ഇന്നത്തെ ചർച്ചയിൽ വരുന്ന കുറേ കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ജീവിതത്തിൽ നിങ്ങൾക്ക് അതിലുള്ള മാറ്റങ്ങൾ വരുത്താൻ ഒരുപാട് സഹായിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ചോദ്യങ്ങളിലേക്ക് കൃത്യമായിട്ട് കടക്കാം. അപ്പോൾ അതിൽ ആദ്യമായിട്ട് നമുക്ക് ചോദിക്കാനുള്ള കാര്യം, എന്താണ് ഈ PSW അല്ലെങ്കിൽ സൈക്കാട്രിക് സോഷ്യൽ വർക്കർ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് എന്താണ്? വളരെ റെലവൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. നമ്മൾ മാനസികാരോഗ്യ മേഖലയെ പറ്റി സംസാരിക്കുമ്പോൾ അത് ആക്ച്വലി പറഞ്ഞൊരു മൾട്ടി ഡിസിപ്ലിനറി ടീം എന്ന് പറയുന്ന പല വിധത്തിലുള്ള പ്രൊഫഷണൽസ് ഇൻക്ലൂഡ് ചെയ്യുന്നൊരു വിഭാഗമാണ്. അതിൽ ഒരു വിഭാഗം മാത്രമാണ് ഈ സൈക്യാട്രിക് സോഷ്യൽ വർക്ക് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ക്ലിനിക്കൽ സൈക്കോളജി, പിന്നെ സൈക്യാട്രിസ്റ്റ് ആസ് സച്ച് എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ, അതുപോലെ റീഹാബിലിറ്റേഷൻ പ്രോസസ്സ്, അങ്ങനെ ഒരു മാനസിക ആരോഗ്യ മേഖലയിൽ പല രീതിയിലുള്ള ഇൻ്റർവെൻഷൻസ് ആവശ്യമായിട്ടുള്ള അവസ്ഥ വരുന്നുണ്ട്. അപ്പോൾ അവിടെ ഓരോരുത്തർക്കും അവരവരുടെ റോൾ കൃത്യമായി ചെയ്യാനുണ്ട്. അതിൽ ബേസിക്കലി സൈക്യാട്രിക് സോഷ്യൽ വർക്ക് എന്ന മേഖലയെ പറ്റി സംസാരിക്കുമ്പോൾ ഒരു മാനസികാരോഗ്യ പ്രശ്നവുമായി വരുന്ന ഒരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഒരു ഫാമിലി, തീർച്ചയായിട്ടും അവർക്ക് സൈക്കോളജിക്കൽ ആസ്പെക്റ്റ് വെച്ച് നോക്കുമ്പോൾ സൈക്കോളജിക്കലി ആസ് വെൽ ആസ് സോഷ്യലി ചേഞ്ച് വരുത്തേണ്ടുന്ന എൻവയോൺമെൻറ്റൽ ചേഞ്ചസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അവരുടെ സ്വഭാവത്തിൽ വരേണ്ട വ്യത്യാസങ്ങളായിക്കോട്ടെ, അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കി അതിനുശേഷം ഇൻ്റർവെൻഷനിലേക്ക് പോവേണ്ടതുണ്ട്. അപ്പോൾ ഒരു കേസ് വരുമ്പോൾ അതിൻ്റെ സൈക്കോ സോഷ്യൽ ആസ്പെക്റ്റ് അത് കൃത്യമായി മനസ്സിലാക്കാതെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, അതിൻ്റെ ഇൻ്റർവെൻഷൻ പോകാൻ സാധിക്കില്ല. സോ ആ ഒരു സൈക്കോ സോഷ്യൽ ആസ്പെക്റ്റ് കൃത്യമായി മനസ്സിലാക്കി അതിനനുസരിച്ചുള്ളൊരു ട്രീറ്റ്മെൻറ്റ് പ്ലാൻ റെഡിയാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഈ ഒരു സൈക്യാട്രിക് സോഷ്യൽ വർക്ക് എന്നുള്ള മേഖലയിൽ നമ്മൾ ചെയ്തു വരുന്നത്. അതോടൊപ്പം തന്നെ വൺസ് നമ്മൾ ഈ പ്ലാൻ ആയിക്കഴിഞ്ഞാൽ, നമ്മൾ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ പല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട്. ഈ പറഞ്ഞ ഡിപ്രഷൻ, ആൻസൈറ്റി, അല്ലെങ്കിൽ സൈക്കോസിസ് പോലെയുള്ള പല രീതിയിലുള്ള അസുഖങ്ങളാണ് ഉണ്ടാവുക. അപ്പോൾ അതിൽ ഓരോ രീതിയിലുള്ള മാനേജ്മെൻറ്റ് ചെയ്ത് വരുമ്പോൾ ഒരു റിയാലിറ്റി ഓറിയൻറ്റഡ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ, സൈക്കോസിസ് പോലുള്ള കണ്ടീഷൻസ് വരുമ്പോൾ അവർക്ക് ആ ഒരു റിയാലിറ്റി ആയിട്ടുള്ള ടച്ച് വിടുകയും ഒരു പക്ഷേ അവരുടെ മൊത്തമായിട്ട് അവരുടെ ലൈഫിന് മാറ്റിമറിക്കുന്നൊരവസ്ഥ ഉണ്ട്. അപ്പോൾ അത്തരത്തിൽ എന്താ പറയണ്ടേ, ഒരു മരുന്ന് ആവശ്യമുള്ള കേസുകൾക്ക് സൈക്യാട്രിസ്റ്റ് ഇടപെട്ട് അത്തരത്തിൽ മരുന്നിൻ്റെ ഒരു മാറ്റം ചെയ്തു വരുമ്പോൾ ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ അവരുടെ സൈക്കോ സോഷ്യൽ ആസ്പെക്റ്റിനെ മോഡിഫൈ ചെയ്ത് കൊണ്ടുവരേണ്ടതുണ്ട്. ഒരു പക്ഷേ ആ ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ആ ഒരു ഫാമിലിക്ക് ഒരു റീഹാബിലിറ്റേഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ പറയുന്ന പുനരധിവാസം അതൊരിക്കലും ഒരു ദിവസം മാത്രം സംഭവിക്കുന്നില്ല. ഇറ്റ് ഈസ് എ ലോങ് പ്രോസസ്സ്. അത് ഫ്രം മെഡിക്കേഷൻ ടു എന്തിലാണ് അദ്ദേഹം അവസാനം എത്തി നിൽക്കാൻ പറ്റുക എന്നുള്ള രീതിയിൽ നമുക്കതൊന്ന് ലോങ് പ്രോസസ്സായി ഒന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്ത് വരേണ്ടുന്ന ഒരു സംഭവമാണ്. അതിന് ഈ പറഞ്ഞൊരു സൈക്കോ സോഷ്യൽ ആസ്പെക്റ്റ് കറക്റ്റായി മനസ്സിലാക്കുകയും നമ്മുടെ മുമ്പിലുള്ള മാനസികാരോഗ്യ പ്രശ്നമുള്ള ആളെ കൃത്യമായി അനലൈസ് ചെയ്യുകയും ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ കൃത്യമായിട്ടൊരു സ്പേസ് ഈ PSW എന്നുള്ള ആ ഒരു പോസ്റ്റിൽ ഇരിക്കുന്ന ആൾക്കുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ എന്തായാലും അതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. അപ്പോൾ അതിൽ ആദ്യമായിട്ട് എനിക്കത് ചോദിക്കാനുള്ളത്, ഈ കോവിഡ് പാൻഡമിക് സമയത്ത് നമുക്ക് വരാൻ ചാൻസ് ഉള്ള, അതല്ലെങ്കിൽ നമുക്ക് വന്ന് സംഭവിക്കാൻ സാധ്യതയുള്ള മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ മാനസികാരോഗ്യത്തെ സംരക്ഷിക്കേണ്ട നമ്മളെ കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ അതിൽ വരാൻ സാധ്യതയുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെ? കോവിഡ് പാൻഡമിക്കിൽ ബേസിക്കലി ഒരു ജനറലായിട്ട് പറയുകയാണെങ്കിൽ മാനസിക സമ്മർദ്ദം എന്നുള്ള രീതിയിൽ, കാര്യം ലോക്ക്ഡൗൺ ആണെങ്കിലും കോവിഡ് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റാറ്റസുള്ള ആളാണെങ്കിലും ഒരു അടച്ചിട്ട മുറിയിൽ ഇരിക്കേണ്ടുന്ന അവസ്ഥ, അല്ലെങ്കിൽ ഒരു വീട്ടിൽ അകപ്പെട്ടിരിക്കേണ്ട ഒരു അവസ്ഥയാണ്. അത് സ്വാഭാവികമായിട്ടും വളരെ ബിസി ആയി പോയിക്കൊണ്ടിരുന്ന ഒരു ലൈഫിൽ നിന്ന് അവരെ കംപ്ലീറ്റ്ലി ഒന്ന് ബ്ലോക്ക് ചെയ്ത അവസ്ഥയ്ക്കാണ് പോകുന്നത്. അതൊരു സമ്മർദ്ദം എല്ലാവരിലും ഉണ്ടാക്കുന്നുണ്ട്.
അതിനോട് തുടർച്ചയായിട്ട് വരുന്ന ആൻസൈറ്റി അല്ലെങ്കിൽ ഉത്കണ്ഠ പോലുള്ള അവസ്ഥ, വിഷാദത്തിലേക്ക് എത്തുന്ന അവസ്ഥ, അതോടൊപ്പം തന്നെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് വരുന്ന സ്ലീപ്പ് ഇമ്പയർമെൻറ്റ്, ഉറക്കം തടസ്സമാവുക എന്നുള്ളതാണ് ഈ ഒരു സെക്കൻഡ് വേവിൽ നമ്മളൊന്ന് ക്രോസ് ചെക്ക് ചെയ്യുക, നമ്മളെ ടെലി കൗൺസിലിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊന്ന് അനലൈസ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പ്രശ്നമായിട്ട് പറഞ്ഞത് അവർ അറിയുന്നില്ല ആൻസൈറ്റി ഉണ്ടെന്നോ അല്ലെങ്കിൽ അവർ പോകുന്ന സമ്മർദ്ദമോ അവർ പക്ഷേ എക്സ്റ്റേണലി അവർ മനസ്സിലാക്കുന്നില്ല. പക്ഷെ അവർ പറയുന്നത് ഉറക്കം കിട്ടുന്നില്ല, രാത്രി 2 മണി 3 മണി 4 മണിയൊക്കെ അവർ അറിയുന്നുണ്ട്. സോ അത് ആ ഒരു ഡിസ്റ്റർബൻസ് ആണ്. ഉറക്കം നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരാളുടെ ബേസിക്കലി നെക്സ്റ്റ് ഡേ ആക്കുള്ള ഒരു എനർജി കുറയുന്ന ഒരു അവസ്ഥയാണ്. സോ അത് പല രീതിയിൽ അതിൻ്റെ ഫ്ലക്ച്വേഷൻസ് വരുന്നുണ്ട്. അപ്പോൾ കൃത്യമായി പറഞ്ഞാൽ മാനസിക സമ്മർദ്ദം അതൊരു ആൻസൈറ്റിയിലേക്ക് എത്താം, ഡിപ്രഷനിലോട്ട് പോകുന്ന അവസ്ഥകളുണ്ട്, ഉറക്കം തീരെ നഷ്ടപ്പെട്ട് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ തന്നെ ഒരു എനർജി കുറയുന്ന അവസ്ഥയുണ്ട്. അതുപോലെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ സൈക്കോസിസ് എന്നുള്ള അവസ്ഥ, ഭയങ്കരമായിട്ടൊരു ഇറിറ്റബിലിറ്റി, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, ഒറ്റയ്ക്ക് സംസാരിക്കാൻ തുടങ്ങുക. കാര്യം മുമ്പ് എക്സ്പീരിയൻസ് ചെയ്യാത്തൊരു സിറ്റുവേഷനിൽ കൂടെ പോകുമ്പോൾ ഈ ഒരു കോവിഡ് പോസിറ്റീവാണ് ഞാൻ എന്നറിയുമ്പോൾ ഒരു ഷോക്ക് ഉണ്ട് ചില ആൾക്കാർക്ക്. അപ്പോൾ ഒരു പരസ്പര ബന്ധമില്ലാത്തത് സംസാരിക്കുക, അങ്ങനത്തെ നമ്മൾ സൈക്കോസിസ് എന്നുള്ള രീതിയിൽ റിയാലിറ്റിയുമായി ടച്ച് ചെയ്യാത്ത രീതിയിലുള്ളൊരു പെരുമാറ്റ വ്യത്യാസങ്ങൾ ഇൻഡിവിജ്വൽസിൽ കാണുന്നൊരവസ്ഥയുണ്ട്. ഇതിന് സ്വാഭാവികമായിട്ടും എങ്ങനെയാണ് ആ ഒരു ഫാമിലി അല്ലെങ്കിൽ ഒരു കുട്ടിയിലേക്കോ അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ഫാമിലിയിലെ ഒരു മെമ്പർക്കോ ഒക്കെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഇതിനെ തരണം ചെയ്യുക? ഇത് നേരത്തെ ചോദിച്ചതുപോലെ ജനറലി ഈ ഒരു അവസ്ഥയിലൂടെ എല്ലാവരും കടന്നു പോകും. പ്രത്യേകിച്ചും കുട്ടികൾ, നമ്മളുടെ ഒരു ഏരിയ കുട്ടികളായതുകൊണ്ട് തന്നെ കുട്ടികളിലും ഞാൻ ഈ പറഞ്ഞ എല്ലാ അവസ്ഥയിൽ കൂടെ കുട്ടികൾ പോകുന്നൊരു സ്ഥിതിവിശേഷമുണ്ട്. അപ്പോൾ ബേസിക്കലി പറഞ്ഞാൽ ആൻസൈറ്റി മാനേജ്മെൻറ്റ് എന്നുള്ള രീതിയിൽ കൃത്യമായി പ്രൊഫഷണലി നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടുന്ന കാര്യങ്ങളുണ്ട്. ഒരു പക്ഷേ ഒരു ദിവസത്തെ സ്ട്രക്ചർ ചെയ്യുന്ന തൊട്ട് ഇത്തരത്തിൽ ആൻസൈറ്റി ഡെവലപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ ഉത്കണ്ഠ വരുന്ന സമയത്ത് ഇവർ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, മൈൻഡ്ഫുൾനെസ് പോലെയുള്ള എന്താ പറയണ്ടേ സൈക്കോ തെറാപ്പിക്കൽ ടെക്നിക്സ് ഉപയോഗിക്കേണ്ടി വരും. അതുപോലെ എന്താ പറയണ്ടേ നമ്മൾ ആ ഒരു ഡിസ്ട്രാക്ഷൻ മാനേജ്മെൻറ്റ്, അങ്ങനത്തെ ഒരു ആൻസൈറ്റി വരുന്ന സമയത്ത് ഞാൻ എങ്ങനെ അതിനെ തരണം ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ പ്രോപ്പർ മാനേജ്മെൻറ്റ് ടെക്നിക്സ് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. ഒരു എക്സാമ്പിൾ, നമ്മൾ ഈ വീഡിയോ കാണുന്ന ടോക്സിലുള്ള ഒരാൾക്ക് ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ഒരു പ്രശ്നം വരുന്നുണ്ടെങ്കിൽ അവർ ശ്രദ്ധിക്കേണ്ട മിനിമലായിട്ട് അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിനെ മറികടക്കാൻ പറ്റും? സ്വാഭാവികമായിട്ടും കോവിഡ് പോസിറ്റീവ് സ്റ്റാറ്റസ് ഉള്ള ഒരാളാണെങ്കിൽ ഒരു റൂമിനകത്ത് തന്നെ ആയിരിക്കും നമ്മൾ പറയുന്ന ഐസൊലേഷൻ എന്നുള്ളൊരവസ്ഥയിൽ. സോ അങ്ങനത്തെ ഒരു സമയത്ത് ആ റൂമിൽ നമ്മളെ കയ്യിലുണ്ടാകുന്നത് നമ്മുടെ മൊബൈൽ ഫോൺ ആയിരിക്കും. മേ ബി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഈ മൊബൈൽ ഫോണിലായിരിക്കും നമ്മുടെ മുഴുവൻ ശ്രദ്ധ ഉണ്ടാവുക. അത് തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ലിമിറ്റേഷൻ നമ്മൾ വെക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം നമ്മുടെ മൊബൈൽ ഫോൺ നമ്മൾ കയ്യിലുണ്ടാകുമ്പോൾ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ്, വാട്സപ്പ് ആവട്ടെ ഫേസ്ബുക്ക് ആവട്ടെ അല്ലെങ്കിൽ ഏതായിക്കോട്ടെ, കോവിഡുമായി ബന്ധപ്പെട്ട ന്യൂസുകൾ കാണാനും കേൾക്കാനും അത് ക്രോസ് ചെക്ക് ചെയ്യാനും വളരെ എന്താ പറയണ്ടേ വേറെ ഒരു ചുറ്റുപാടും ഇല്ലാണ്ട് നമ്മൾ ആ റൂമിൽ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനെപ്പറ്റി കൂടുതലായിട്ട് കാണുകയും എനിക്കിതിൽ ഏതെങ്കിലും സിംറ്റംസ് വരുമോ എന്നുള്ളത് ആലോചിച്ചിട്ട് ഓവറായിട്ട് കോവിഡ് റിലേറ്റഡ് കാര്യങ്ങളിലേക്ക് പോകുന്നൊരവസ്ഥ ഉണ്ട്. നമ്മളെ വിളിക്കുമ്പോൾ തന്നെ പറയും ഇങ്ങനത്തെ രീതിയിൽ ന്യൂസ് കണ്ടല്ലോ, ഇന്നലെ ഇങ്ങനെ കണ്ടല്ലോ, അപ്പോൾ എനിക്കും അതേപോലെ വരാൻ സാധ്യത ഉണ്ടോ. അപ്പോൾ അത് നമ്മൾ സാധാരണ പറയാറ് കഴിവതും കോവിഡ് റിലേറ്റഡ് ന്യൂസ് കാണാതിരിക്കുക. ഇപ്പോൾ ഈ ലോകത്ത് ചെറിയ കുട്ടിക്ക് വരെ അറിയാം ബേസിക് എന്തൊക്കെയാണ് ഒരു കോവിഡ് പോസിറ്റീവ് ആകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾക്ക് അറിയേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ അതിലേക്ക് പോവാതെ കംപ്ലീറ്റ്ലി കോവിഡ് റിലേറ്റഡ് ന്യൂസ് വായിക്കാതിരിക്കുക, അതിനെപ്പറ്റി ഒരു റിസർച്ച് നടത്താതിരിക്കുക. നമ്മൾ കിട്ടുന്ന ചെറിയ ചെറിയ ന്യൂസുകൾ അല്ലെങ്കിൽ ഏത് സിംറ്റം, ഇപ്പോൾ എന്ത് അസുഖം എടുത്ത് നോക്കുകയാണെങ്കിലും അതിന് സിംറ്റം ഒക്കെ നമുക്ക് അറിയാണ്ട് തോന്നിപ്പോകും. അതൊരു സാഹചര്യമാണ് പലപ്പോഴും കുട്ടികളിലും. അതേപോലെ തന്നെ കൂടുതൽ ഇങ്ങനെ ഇതിനെ കുറിച്ച് ചിന്തിക്കുന്ന ഫേക്ക് മെസ്സേജുകൾ ഒരുപാട് വരാം. അപ്പോ ബ്ലാക്ക് ഫംഗസിനെ പോലെയുള്ള ഐറ്റംസ് ഒക്കെ കൂടുതലായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സ്പ്രെഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ ഇതിലിപ്പോ കുട്ടികളെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ നമ്മൾ പറഞ്ഞു, അതായത് ഇവർക്ക് പല മേഖലകളിൽ വരാമെന്ന് പറഞ്ഞു. കൃത്യമായിട്ട് 1 by 1 ആയിട്ട് നമുക്കൊരു 3-4 കാര്യങ്ങളെ ഇവരുടെ മൈൻഡ് ഡൈവേർട്ട് ചെയ്ത് വിടാൻ ഇതിനെ മാനേജ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തെങ്കിലും പറയാൻ കഴിയും? അതായത് കുട്ടികളിൽ ബേസിക്കലി കുട്ടികളിൽ ഇപ്പോൾ ഇന്നത്തെ ഒരു വേൾഡിൽ നമ്മളുടെ മക്കൾ മുഴുവൻ ഈ വെർച്വൽ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ വെർച്വൽ വേൾഡിൽ കൂടെ പോകുന്നൊരവസ്ഥ ഉണ്ട്. അപ്പോൾ അത് കോവിഡ് പോസിറ്റീവ് സ്റ്റാറ്റസ് ആണെങ്കിലും ശരി, കോവിഡ് ഈ പറഞ്ഞ പോലെ ലോക്ക്ഡൗൺ ഇഷ്യൂ ആണെങ്കിലും ശരി, ഇനി അതല്ലെങ്കിലും തുടർച്ചയായിട്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ മൊബൈൽ ഫോണിൽ നോക്കിയിട്ട് ക്ലാസ്സുകളും നോട്ട്സും അതിൻ്റെ ഒരു എന്താ പറയണ്ടേ മാമാങ്കമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയണ്ടേ അതൊന്ന് ലിമിറ്റ് ചെയ്യുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അത് ലിമിറ്റ് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുമ്പോൾ ക്ലാസ്സും നോട്ട്സും നിർബന്ധമായിട്ടും അവർ കാണേണ്ടുന്നതാണ്. സ്വാഭാവികമായിട്ടും അതിനപ്പുറത്തേക്ക് കുറച്ചൊരു എന്താ പറയണ്ടേ എൻ്റർടൈൻമെൻറ്റിൻ്റെ ഭാഗമായിട്ട് അവർക്ക് കൊടുത്തേ പറ്റൂ ഫോൺ. കാര്യം പലപ്പോഴും ഒരു തമാശ രൂപത്തിൽ നമ്മൾ പാരൻസ് പറയാറുണ്ട്, എന്താ പറയണ്ടേ 1 മണിക്കൂറായി
ഫോൺ കാണുന്നു എന്ന്. അപ്പോൾ ഒരു പക്ഷേ അതിൻ്റെ തൊട്ട് 2 മണിക്കൂർ വരെ കുട്ടിയുടെ കയ്യിൽ മൊബൈൽ ഫോൺ തന്നെയായിരിക്കും. സോ ക്ലാസ് കാണുമ്പോൾ ഇല്ലാത്തത് എന്താ, എക്സ്ട്രാ എന്താണ് എനിക്കിത് കാണുമ്പോൾ പ്രശ്നം എന്നുള്ളൊരു ചോദ്യം മക്കളിലൊക്കെ വരും, സ്വാഭാവികമായിട്ടും വരും. അപ്പോൾ അതുകൊണ്ട് അത് ലിമിറ്റ് ചെയ്യുക. അതിന് അവർക്ക് ഇഷ്ടമുള്ള എന്ത് കാര്യം വെച്ചാൽ ഒരു അരമണിക്കൂറും കൂടിയും അത് അത്തരത്തിലും കൂടി അത് ഉപയോഗിക്കട്ടെ എന്നുള്ള രീതിയിൽ ചെയ്യുക. അത് മിസ്യൂസ് ചെയ്യുന്നില്ലെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമ്മളുടെയൊക്കെ ഒരു വാല്യൂ ഉണ്ടല്ലോ, വാല്യൂ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ സാധനം, അത് കുട്ടികളുടെ ഇടയിൽ ഡെവലപ്പ് ചെയ്യാനായിട്ട് അവർക്ക് തന്നെ ഒരു സ്കിറ്റ് കൊടുക്കുക. ഇതൊരു സിറ്റുവേഷനാണ്, നിങ്ങൾ ക്യാരക്ടേഴ്സിനെ അവർക്ക് ഡിസൈഡ് ചെയ്യാം, എന്നിട്ട് ലെറ്റ് ദം പ്ലേ. അതൊരു ഒരു പോസിറ്റീവ് ഒരു മെസ്സേജ് ഉണ്ടാക്കുന്ന ഓട്ടോമാറ്റിക്കലി അവരുടെ മൈൻഡ് അതിലേക്ക് ഡൈവേർട്ട് ചെയ്യും. ഇതേപോലെയുള്ള ചിന്തകളിലൊക്കെ ഒരു പരിധി വരെ ലോക്ക്ഡൌൺ സമയത്ത് മാറ്റിയെടുക്കാൻ കഴിയും. അതെ അതെ. അപ്പോൾ നമ്മൾ ജനറൽ ആയിട്ടുള്ള ഒരു കോവിഡ് സമയത്ത് വരുന്ന കാര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് സ്പെസിഫിക് ആയിട്ട് ഇപ്പോൾ ഒരു ടീനേജേഴ്സ് അതല്ലെങ്കിൽ ഒരു 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ, ഒരു 8 മുതൽ ഒരു 18 വയസ്സ് വരെയുള്ള കുട്ടികൾ, അവരുടെ ആ ഒരു ഇതിലേക്ക് പോകുമ്പോൾ നമ്മൾ സ്പെസിഫിക് ആയിട്ട് പറയാൻ കാരണം അവർക്കൊരു ബോധം ഉണ്ടാവും കോവിഡ് ആണെന്ന്, പേടി ഉണ്ടാവും കോവിഡ് ആണെന്ന്. അപ്പൊ അവരിൽ ആ ഒരു സാഹചര്യത്തിൽ ഈ ഒരു അല്ലെങ്കിൽ ഈ സമയത്തൊക്കെ വരുന്ന അതിനനുസരിച്ച് അവർക്ക് വരുന്ന പ്രധാനമായിട്ടും വരുന്ന മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അതിനെ എങ്ങനെ തരണം ചെയ്യാം എന്നുള്ള ഒരു കാര്യം പറയണമെന്ന്. ബേസിക്കലി ഈ ഒരു കോവിഡ് പാൻഡമിക്കിലൂടെ പോകുമ്പോൾ ഒരു സ്ട്രെസ്സ് എന്നുള്ള ഒരു അവസ്ഥ, ഒരു സമ്മർദ്ദം എന്നുള്ള രീതിയിലുള്ള അവസ്ഥ നമ്മളുടെ കുട്ടികളിലൊക്കെ കാണുന്നുണ്ട്. അത് ഇവർക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇവരുടെ സ്കൂൾ ലൈഫ്, അവർക്ക് ഉണ്ടാകേണ്ടുന്ന ഒരു ഇൻറ്ററാക്ഷനും അല്ലെങ്കിൽ സോഷ്യലൈസേഷനും ഒക്കെ മിസ്സാവുന്നൊരു അവസ്ഥയുണ്ട്. അപ്പോൾ അതിൽ നിന്നും അവർക്കൊന്ന് കരകയറാനായിട്ട് ഈ വെർച്വൽ എഡ്യൂക്കേഷൻ്റെ ഒപ്പം തന്നെ വാട്ട് എക്സ്ട്രാ ദേ ക്യാൻ ഡു, ഈ മേ ബി ഒരു ലൈഫ് സ്കിൽ മോഡിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് അവർക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന, മേ ബി അവർ സിബ്ലിങ്സ് ഉണ്ടാവാം, അല്ലെങ്കിൽ ഒരു കൂട്ടുകുടുംബമൊക്കെ ആണെങ്കിൽ ഒരു 4-5 മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർ തമ്മിൽ അവരുടെ എന്താ പറയുക സ്കിൽ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് മേ ബി ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം നമ്മുടെ പരിസ്ഥിതി ദിനമായിട്ട് ബന്ധപ്പെട്ട് നമ്മളുടെ ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ ഈ കുട്ടികളെ കൊണ്ട് ചെറിയ മക്കളെ തൊട്ട് വലിയ മക്കൾ വരെ ഈ പ്ലാന്റ് ചെയ്യണതും അതുമാതിരി അതിനെ പറ്റിയിട്ടൊരു ബോധവൽക്കരണം നടത്തണമൊക്കെ നമ്മൾ കണ്ടു. പക്ഷേ അത്തരത്തിലുള്ള ഡേ ഒബ്സർവേഷൻ ഒരു ദിവസം മാത്രമായിട്ട് ചുരുങ്ങാണ്ട് അത് അവരുടെ ഒരു പ്രോസസ്സായിട്ട് അത് അല്ലെങ്കിൽ അതൊരു ഹാബിറ്റായിട്ട് അതൊരു ശീലമായിട്ട് നമ്മളുടെ മക്കളിലൊക്കെ ഉണ്ടാവട്ടെ. അല്ലാണ്ട് ആ ഒരു ദിവസത്തേക്ക് മാത്രം ആ ഒരു ഫോട്ടോ എടുത്ത് അത് പബ്ലിസൈസ് ചെയ്യാൻ വേണ്ടി മാത്രം ചെയ്യുന്നതിനപ്പുറത്തേക്ക് ലെറ്റ് ദാറ്റ് ബി വൺ ഓഫ് ദിയർ ഹാബിറ്റ്സ്. അപ്പോൾ അത് എന്ത് വേണം, അതും ബാക്കിയുള്ള ആ വീട്ടിലെ കുട്ടികളിലും കൂടി അത് സ്പ്രെഡ് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ എത്ര പേര് ഒരു പക്ഷേ അന്ന് നട്ട തൈ വീണ്ടും പോയി നോക്കിയിട്ടുണ്ടാവും എന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ അതിനപ്പുറത്തേക്ക് ഇത് എന്താ പറയണ്ടേ, പരിസ്ഥിതി എന്നുള്ള സംഭവം ഒരു ദിവസം മാത്രം ഒതുങ്ങാണ്ട്, അല്ലെങ്കിൽ പരിസ്ഥിതി നമ്മൾ ഇഷ്ടപ്പെടുന്നത്, പരിസ്ഥിതിയെ പറ്റി ഓർക്കേണ്ടുന്നത് നമ്മൾ ജീവിക്കുന്ന പോലെ തന്നെ അത് പാരലലി പോകേണ്ടുന്നൊരു സംഭവമാണ് മനസ്സിലാക്കുക. ഞാനൊരു എക്സാമ്പിൾ മാത്രമാണ്. ഗുഡ് എക്സാമ്പിൾ ആക്ച്വലി. കാര്യം ഇതാണ്, സോഷ്യൽ മീഡിയ ട്രെൻഡിങ് ഉണ്ടാകുമ്പോൾ എൻ്റെ മക്കൾ എന്തായാലും ഒരു ചെടി നടണം, പക്ഷെ ആ ചെടിയെ കുറിച്ച് പിന്നീട് ആലോചിക്കണമെന്നുള്ള എനിക്ക് അറിയില്ല. എന്തായാലും അതിനെ പരിപാലിക്കുന്ന ഒരു സിസ്റ്റം, അത് ജസ്റ്റ് ആ ഒരു ദിവസം മാത്രമല്ല, അതിനപ്പുറത്തേക്ക് ഞാൻ പറഞ്ഞ പ്ലാന്റ് ചെയ്യാന്നുള്ള ഒരു എക്സാമ്പിളാണ് അത്. അതെ. അപ്പോൾ അതിൻ്റെ പോലെ തന്നെ വാട്ട് എൽസ് ദേക്കുണ്ട്, കുറേ ഡേ ഒബ്സർവേഷൻസ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ കുട്ടികളുടെ സ്കില്ലും ക്രിയേറ്റിവിറ്റിയും കൂടി തിരിച്ചറിഞ്ഞ് അതൊന്ന് പരിപോഷിപ്പിക്കാൻ നമ്മുടെ പാരൻസിനും കൂടി ഒന്ന് കുറച്ച് സമയം കൊടുക്കേണ്ടുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അത്തരത്തിൽ അവർക്കുള്ള എക്സ്ട്രാ സ്കില്ല് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുകയും അത് മേ ബി അവരിലൂടെ ഓരോ ദിവസം ഓരോ ടാസ്ക് കൊടുത്ത് അല്ലെങ്കിൽ അവർക്ക് അവരിലുള്ള കഴിവുകൾ മനസ്സിലാക്കി അതിന് എക്സ്ട്രാ ഇന്ന ദിവസം ഈ ഒരു ആഴ്ചയിൽ നമുക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യാം. മേ ബി പാരൻസിനും കൂടി അവരുടെ കൂടെ ഒന്ന് ജോയിൻ ചെയ്യാൻ പറ്റും. ഫുൾ ടൈം ഇരിക്കണം എന്നല്ല പറയണത്. ഈ 18 ഇയേഴ്സ് ബിലോ വരുന്ന കുട്ടികൾക്ക് സാമാന്യ ബോധം ഉണ്ടാവും അല്ലേ. അപ്പോൾ അവരുടെ കൂടെ കുറച്ച് സമയം ഒരു ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുകയാണെങ്കിലൊക്കെ അച്ഛനും അമ്മയ്ക്കും ഞങ്ങളും നമ്മൾ എന്നുള്ളൊരു എന്താ പറയണ്ടേ രീതിയിലേക്ക് അത് മാറും. കുട്ടികൾ മാത്രം ഫോക്കസ്, നീ അത് ചെയ്തോ, എനിക്കിവിടെ മൊബൈലിൽ ഫോൺ സിനിമയൊക്കെ കാണാം അല്ലെങ്കിൽ സ്മാർട്ട് ഫോണിൽ എനിക്കെല്ലാം കാണാം, പക്ഷേ യു ആർ നോട്ട് സപ്പോസ് ടു ഡു ഇറ്റ്. അതാണ് ഇപ്പോഴത്തെ നമ്മൾ സിറ്റുവേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുട്ടികളോട് അത് ചെയ്യേണ്ടതെന്ന് പറയുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് മേ ബി വർക്കിംഗ് പാരൻസ് ഒക്കെ ആകുമ്പോൾ സ്മാർട്ട് ഫോൺ കയ്യിൽ നിന്ന് താഴെ വയ്ക്കാൻ പറ്റാത്തൊരു സ്ഥിതിവിശേഷമുണ്ട്. പക്ഷേ അറ്റ്ലീസ്റ്റ് ഒരു ഹാഫ് ആൻ അവർ ഒരു ദിവസം കുട്ടികളുടെ കൂടെ സ്പെൻഡ് ചെയ്യാനും അവരുമായിട്ടൊരു സംസാരത്തിനും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പറ്റും. ഇപ്പോൾ അവർക്കൊരു വായന ഡെവലപ്പ് ചെയ്യുന്ന രീതിയിലേക്ക് എന്തെങ്കിലും ടോപ്പിക്സ് പറഞ്ഞു കൊടുക്കാനും അങ്ങനെ കുട്ടികളിൽ ഒരു വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷൻ എന്നുള്ള രീതിയിലേക്ക് അവർക്ക് ഒരു സംഭവത്തിലേക്കും കൂടി നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങുക എന്നുള്ളത്. സ്കൂളിൽ തന്നെ പോയെങ്കിൽ അത് ഉണ്ടാവുള്ളൂ എന്നല്ല. ആ ഒരു ചോദ്യത്തിലേക്കാണ്. കാരണം ഇപ്പോൾ വർക്കിംഗ് വുമൻ അവര് വർക്കിംഗ് ഫ്രം ഹോം ആണ് ഇപ്പോൾ പലപ്പോഴും. അത് ഏത് മേഖല, പ്രൈവറ്റ് ആണെങ്കിലും പബ്ലിക് സെക്ടർ ആണെങ്കിലും എല്ലാവരും കൂടുതൽ വീട്ടിൽ ഒതുങ്ങി നിൽക്കുന്ന സാഹചര്യങ്ങളാണ്. മറ്റേത് നമ്മളിപ്പോൾ ഒരു സ്കൂളിലെ ടീച്ചർ ആണെന്നുണ്ടെങ്കിൽ രാവിലെ 10 മണിക്ക് പോയി വൈകുന്നേരം 5 മണിക്ക് അവർ ഫ്രീ ആകുന്ന ഒരു ടൈം സ്കെയിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം രാവിലെ 7 മണിക്ക് മുതൽ തുടങ്ങും കുട്ടികളുടെ ഗൂഗിൾ മീറ്റ് മറ്റു കാര്യങ്ങൾ എല്ലാം കൂടി വന്നുകൊണ്ടിരിക്കും.
ഒരു 1-2 ക്ലാസ്സിന്റെ ചാർജുള്ള ടീച്ചറാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്യാനുണ്ടാവും. എക്സാക്ട്ലി. ഓട്ടോമാറ്റിക്കലി ഓരോ കുട്ടിയും വാട്സപ്പിലുള്ള നോട്ടുകളൊക്കെ സെൻഡ് ചെയ്ത് കൊടുക്കുകയും അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ ടീച്ചർ ആസ് എ പേഴ്സൺ ഒരുപാട് ലോഡ് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് വേണം അവർ വീട്ടിലെ കാര്യങ്ങളിൽ ഇടപെടാൻ. അത് ഏത് മേഖലയിലാണ്? അപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞത് ടീച്ചർ. അപ്പൊ ഒരുപാട് മേഖലയിൽ നിന്നുള്ള വർക്കിംഗ് വുമൻ അതേപോലെയുള്ള സ്ട്രഗിളിങ്സ് ആക്ച്വലി ഈ ഒരു സമയത്തുണ്ട്. ഞാൻ ഓർക്കുന്ന ഒരു സാധനം, നമ്മുടെ വീട്ടിലെ ജോലികൾ എന്തായാലും ഇപ്പൊ ഈ പറഞ്ഞ പോലെ കേരളത്തിന്റെ ഒരു സൊസൈറ്റി ഒരു പാട്രിയാർക്കിക് സൊസൈറ്റി ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർ അതിലേക്ക് അല്ലെങ്കിൽ മെൻ ആസ് സച്ച് ഫുള്ളായിട്ട് ഫോക്കസ് ചെയ്ത് വളരെ കുറവായിരിക്കും. ഉണ്ടാകും എന്ന് ഞാൻ പറയുന്നില്ല, ഉണ്ടാകും, ചാൻസ് ഉണ്ടാകും, പക്ഷെ തീരെ ഇല്ല എന്ന് ഞാൻ പറയില്ല. പക്ഷെ ഉള്ളതില് ഒരു 95% എൻഗേജ്ഡ് ആവാത്ത ആളുകളായിരിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോൾ അത് ഇവരുടെ ഇപ്പോൾ വർക്കിംഗ് വുമന്റെ ആ സ്ട്രെസ്സും പ്ലസ് ഈ കുട്ടിയുടെ ഇതും കൂടിയിട്ടാവുമ്പോൾ അവർക്ക് ഒരുമിച്ച് കുറെ കാര്യങ്ങൾ ചെയ്യാനും അവരുടെ സ്ട്രെസ് റിലീസിനൊക്കെ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ. അപ്പൊ എങ്ങനെ അതിനൊന്ന് മാനേജ് ചെയ്യാൻ പറ്റും? എനിക്ക് തോന്നുന്നു യാസീൻ പറഞ്ഞൊരു എന്താ പറയുക പോയിന്റ് എന്ന് പറയുന്നത് ഒരു ബേസിക്കലി ഒരു സ്ട്രെസ് മാനേജ്മെന്റ് ആണ്. അത് ഏത് ഘട്ടത്തിൽ ഏത് പ്രായത്തിലാണെങ്കിലും, കുട്ടികളുടെ കേസിലായാലും ആയിക്കോട്ടെ, അല്ലെങ്കിൽ വർക്കിംഗ് വിമൻ ആയിക്കോട്ടെ, ഓർ ഐ വുഡ് സേ വർക്കിംഗ് പാരൻസ്. കാര്യം എന്താ പറയണ്ടേ, ഇപ്പോൾ നമ്മളെപ്പോഴും നേരത്തെ പറഞ്ഞ പോലെ ഒരു പാട്രിയാർക്കിയൽ സാധനങ്ങൾ ഫോളോ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരു എക്സ്ട്രാ ബേർഡൻ ഒരു എന്താ സ്ത്രീക്ക് ഉണ്ട് എന്നുള്ളത് സ്വാഭാവികമായിട്ടും ക്ലിയർ ആണ്. വീട്ടിലെ ജോലികൾ ചെയ്യുന്നുണ്ട്, അതിൻ്റെ കൂടെ തന്നെ ഈ പറഞ്ഞ ടീച്ചിങ് ഫീൽഡൊക്കെ ആണെങ്കിൽ എല്ലാം മൊബൈൽ ഫോണിലൂടെ വാട്സപ്പിലൂടെ ലിങ്ക് അയച്ചു കൊടുക്കലും ഗൂഗിൾ മീറ്റ് ചെയ്യലും സൂം ചെയ്യലും അതിൻ്റെയൊക്കെ നോട്ട്സ് പ്രിപ്പയർ ചെയ്യലും ഇത് കറക്റ്റ് ചെയ്ത് കൊടുക്കലൊക്കെ നടക്കുന്നൊരവസ്ഥ ഉണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ ഈ ഒരു ഓട്ടപ്പാച്ചിലൂടെ പോകുമ്പോൾ നമ്മൾ അറിയാതെ നമ്മളിലൊരു സ്ട്രെസ് ഇങ്ങനെ കയറും. ഓക്കെ, അപ്പോൾ അത് നമ്മൾ കാണിക്കുന്നത് നമ്മളുടെ മക്കളോടോ അല്ലെങ്കിൽ നമ്മളുടെ പാരൻസിനോടോ അല്ലെങ്കിൽ നമ്മളുടെ എന്താ പറയണ്ടേ ഹസ്ബൻഡ് ഒരു വൈഫിനോടൊക്കെ ആയിരിക്കും. അപ്പോൾ അത്തരത്തിലൊരു ഇഷ്യൂ വരാതിരിക്കാൻ സ്ട്രെസ്സ് വരുന്നു എന്ന് തോന്നുമ്പോഴത്തേനും നമുക്ക് എന്ത് ചെയ്യണം, അതിനൊന്ന് പ്രോപ്പറായിട്ട് നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്യാൻ പറ്റണം. ആക്ച്വലി സ്ട്രെസ് അല്ല നമ്മളെ എന്താ പറയണ്ടേ നശിപ്പിക്കണം അല്ലെങ്കിൽ നമുക്കൊരു നെഗറ്റീവ് എനർജി തരണം, അതിനോടുള്ള നമ്മളുടെ റിയാക്ഷനാണ്. സോ ഡെഫിനറ്റ്ലി നമ്മളാരും ഈ പറഞ്ഞ ലൈഫിൽ സ്ട്രെസ് അനുഭവിക്കാത്തവരായിട്ടുണ്ടാവില്ല. ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ ഇനി ഞാൻ എങ്ങനെ മുമ്പോട്ട് പോകും അല്ലെങ്കിൽ ഇത് എനിക്ക് വന്നൂല്ലോ എന്നുള്ള രീതിയിൽ നമ്മൾ പോകാത്തൊരവസ്ഥ ഉണ്ടായിട്ടുണ്ടാവില്ല ഭൂരിഭാഗം ആൾക്കാരിലും. അപ്പോൾ അതിനെ നമ്മൾ മാനേജ് ചെയ്യുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ, കാര്യം എപ്പോഴാണ് സ്ട്രെസ്സ് വരിക എന്നുള്ളത് നമുക്ക് നേരത്തെ കൂട്ടി കാണാൻ കഴിയില്ല. മേ ബി ഇപ്പോൾ ക്രൈസിസ് ഒക്കെ വരുന്ന പെട്ടെന്നുള്ളൊരു സിറ്റുവേഷനിലൊക്കെ ആയിരിക്കും. പക്ഷേ നോർമൽ ലൈഫിൽ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ വ്യക്തമായി ഒന്ന് പ്രോപ്പർ ടൈം മാനേജ്മെൻറ്റിലൂടെ കൂടി ചെയ്യുക. കുട്ടികൾക്ക് വേണ്ട ക്വാളിറ്റി ടൈം ഈ പറഞ്ഞ വർക്കിംഗ് പാരൻസിന് കൊടുക്കാൻ സാധിക്കുക എന്നുള്ളത്. അതുപോലെ അവർക്കുള്ളൊരു പേഴ്സണൽ ടൈം, ഇപ്പോൾ വർക്കിംഗ് പാരൻസ് ആണെങ്കിൽ ഇപ്പോൾ രാവിലെ ഇപ്പോൾ ഈ ബേസിക്കലി പറഞ്ഞ ഹെൽത്ത് ഫീൽഡിലുള്ള സ്റ്റാഫിൻ്റെയൊക്കെ കേസിൽ ചിലപ്പോൾ നൈറ്റ് ഷിഫ്റ്റ് ആയിരിക്കും എന്താ പറയണ്ടേ അമ്മയ്ക്ക് ഉണ്ടാവുക, ചിലപ്പോൾ രാവിലെ വരുമ്പോൾ അച്ഛനുണ്ടാവും. അങ്ങനെ അച്ഛനും അമ്മയും ഒപ്പം കാണുന്നൊരു അവസ്ഥ ഒരു പക്ഷേ പല ഫാമിലിയിൽ ഇപ്പോൾ കുറവായിരിക്കും. ദോസ് ആർ വർക്കിംഗ് ഇൻ ദ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യണം, ആ ഒരു ഗ്യാപ്പ് അച്ഛനെ കിട്ടുന്നില്ല അല്ലെങ്കിൽ അമ്മേനെ കിട്ടുന്നില്ല എന്നുള്ള ഗ്യാപ്പ് ഒരു സിംഗിളായിട്ട് ഇപ്പോൾ അമ്മയും അച്ഛനോ വീട്ടിലുണ്ടെങ്കിൽ അത് നമുക്ക് കുട്ടിയായിട്ടുള്ളൊരു ക്വാളിറ്റി ടൈം കൊടുത്ത് ചെയ്യാനായിട്ട് നമ്മളൊന്ന് ശ്രമിക്കണം. അതോടൊപ്പം തന്നെ ഇവർക്ക് സ്ട്രെസ്സ് വരുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ വർക്കിംഗ് പാരൻസ് അല്ലെങ്കിൽ വർക്കിംഗ് വിമനെയാണ് കൂടുതലും യാസിൻ ഫോക്കസ് ചെയ്ത് ചോദിച്ചത്. അപ്പോൾ നമ്മളുടെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാണ്, നമുക്ക് എടുക്കാം, നമുക്ക് എപ്പോഴാണ് സിഗ്നൽസ് എന്നാ പറയുക, സ്ട്രെസ്സ് വരുന്ന സിഗ്നൽസ് എന്തൊക്കെയാണ്. ചിലപ്പോൾ ഭയങ്കര തലവേദനയായിരിക്കും, ചിലപ്പോൾ ഒന്നും ചെയ്യാൻ തോന്നാത്തൊരവസ്ഥ, ഉറക്കം ഡിസ്റ്റർബ്ഡ് ആവുന്നു. അപ്പോൾ മുമ്പ് നമുക്കുണ്ടായിരുന്ന ഒരു എനർജി നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ ദാറ്റ് മീൻസ് ദാറ്റ് നമ്മളൊരു സ്ട്രെസ്സിലൂടെ പോവുകയാണെന്നുള്ള. സ്വാഭാവികമായിട്ടും നമ്മൾ എന്താ വയ്ക്കുക, സാറില്ല ഞാനതെല്ലാം എങ്ങനെയും മാനേജ് ചെയ്തോളും, നമ്മളൊരു ഹെൽപ്പ് സീക്ക് ചെയ്യില്ല ഒരു പക്ഷേ. അപ്പോൾ നേരത്തെ പറഞ്ഞ ഈ ഒരു എന്താ മെയിൽ ഫീമെയിൽ പാരലലി നമ്മൾ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുന്നതിനെ പറ്റിയും കൂടി ഞാനൊന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. കാര്യം ഈ ഒരു ടാസ്ക് ഷിഫ്റ്റിംഗ് ഇവിടെ ചെയ്യുകയാണെങ്കിൽ രാവിലെ എന്താ ജോലിയുള്ള ഭാര്യയും ജോലിയുള്ള ഭർത്താവും ആയിരിക്കും. ഭർത്താവ് ഈ പറഞ്ഞ പോലെ ഡ്രസ്സ് ഇട്ട് റെഡിയാക്കി പോകുന്നതിന് പകരം ഒന്ന് വീട്ടിലുള്ള കുറച്ച് കാര്യങ്ങൾ, കുട്ടികളെ മേ ബി മാനേജ് ചെയ്യുന്ന കാര്യങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ വീട്ടിൽ ഉള്ള ബാക്കി ഹൗസ് ഹോൾഡ് കോഴ്സ് നമ്മൾ വിളിക്കുന്ന കുറച്ച് കാര്യങ്ങളും ഒരു ടാസ്ക് ഷിഫ്റ്റിംഗ് ഒരു പാരലിൽ നമ്മൾ രണ്ടുപേരും ചെയ്യുന്നു. അപ്പോൾ ആ ഒരു സ്ട്രെസ്സ് വൈഫിൽ എന്താക്കും ഒന്ന് കുറയാനായിട്ട് സാധിക്കും. അതുപോലെ ഒരു ഇപ്പം ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് ചോദിക്കാനുള്ളൊരു അവസ്ഥയും കൂടി നമ്മൾ പോകണം. തീർച്ചയായിട്ടും. മറ്റെന്താ വെച്ചാൽ ഞാൻ ഇങ്ങനെ ഇപ്പോൾ ചോദിക്കുക അല്ലെങ്കിൽ ഇപ്പോൾ തിരക്കല്ലേ, അങ്ങനെ ഒരു ഹെൽപ്പ് സീക്കിംഗ്
മെൻറ്റാലിറ്റി നമ്മളെല്ലാവരും ഈ ഒരു വർക്കിംഗ് വിമൻ മാത്രമല്ല, വീട്ടിൽ മാത്രമല്ല, നമ്മൾ ഏത് ഏരിയയിലാണ് വർക്ക് ചെയ്യണതെങ്കിലും നമുക്ക് ഓവർലോഡ് വരുന്ന സമയത്ത് അത് നമുക്ക് സ്ട്രെസ് ആവുന്നു എന്ന് റിയലൈസ് ചെയ്യുന്ന സമയത്ത് ഒരു അസർട്ടീവ് മെക്കാനിസം നമ്മൾ തന്നെ ഡെവലപ്പ് ചെയ്ത് ഇത് ഞാൻ ഓവർലോഡ് ആവാൻ സാധ്യത ഉണ്ട്, സോ അതൊന്ന് എന്താ പറയണ്ടേ, അതിൻ്റെ അത് സ്ട്രെസ് ഒന്ന് കുറയ്ക്കാനായിട്ട്, ആ ലോഡ് കുറയ്ക്കാനായിട്ട് ഹൗ ദ അതർ കൊളീഗ്സ് ക്യാൻ കോൺട്രിബ്യൂട്ട്, അങ്ങനത്തെ രീതിയിലുള്ള നമ്മുടെ ഒരു എന്താ അസർട്ടീവ് അല്ലെങ്കിൽ ഒരു ഹെൽപ്പ് സീക്കിംഗ് സ്കില്ലും കൂടി നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. എന്തായാലും ഒരു വളരെ ക്രീമായിട്ടുള്ള കാര്യങ്ങളാണ് ഇത്രയും കാര്യം ഡിസ്കസ് ചെയ്തത്. കാരണം പലപ്പോഴും നമ്മൾ സൊസൈറ്റിയിലുള്ള ആളുകൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യങ്ങൾ, അതായത് അറിയുന്നതാവുമല്ലേ. ഇപ്പോൾ പെട്ടെന്ന് അങ്ങനെ കുറേ കാര്യങ്ങൾ വീട്ടിലെ വർക്ക് ഒരുപാട് ലോഡായിട്ട് വരുമ്പോൾ അതൊരു സിംഗിൾ മെൻ ഓർ വിമനിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർ സ്ട്രെസ്ഡ് ആവും, അവർക്ക് പെട്ടെന്ന് ദേഷ്യം വരും, അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ടാവും. അപ്പൊ അത് ഓട്ടോമാറ്റിക്കലി അങ്ങനെ വരുന്നതിനെ സെൻസ് ചെയ്തിട്ട് വീട്ടിലെ ആളുകളും കൂടി കോപ്പറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുമ്പോൾ ഒരാളിലേക്ക് ഈ പ്രഷർ പോകുന്ന പരിധി ഒരു പരിധി വരെ കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇനി വേറൊരു ആസ്പെക്റ്റിൽ കുറച്ച് ക്വസ്റ്റ്യനിലേക്ക് വരികയാണ്. അതായത് ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പല ആളുകളും മൊബൈൽ ഫോണിലേക്കും സോഷ്യൽ മീഡിയയിലേക്കും ഓവർ അഡിക്റ്റഡ് ആയിട്ട് മാറുന്ന ഒരു കാര്യം കൂടി വരുന്നുണ്ട്. ഇപ്പോൾ റീസെന്റ് ആയിട്ട് ഇപ്പോൾ എന്നാൽ ട്രെൻഡ് ഇങ്ങനെ ഗ്രാഫ് താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ക്ലബ് ഹൗസ് പോലെയുള്ള കാര്യങ്ങൾ, പക്ഷെ അതിലേക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം പോലെയുള്ള കുട്ടികളുടെ അല്ലെങ്കിൽ യൂട്യൂബായാലും ഏതായാലും കുട്ടികളെ അല്ലെങ്കിൽ പാരൻസിന് ഒരുപാട് സമയം പിടിച്ചിരുത്തുന്ന പല കണ്ടന്റുകളും അതിൽ കാണും. അപ്പോൾ ഒരാള് അയാളുടെ ഒരു ക്വാളിറ്റി ടൈം ഒരു വേറെ എന്തെങ്കിലും പ്രോസസ്സിന് മാറ്റി വെക്കേണ്ട ക്വാളിറ്റി ടൈം നമ്മളൊക്കെ പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, വാട്സാപ്പിൽ ഒരു മെസ്സേജ് എടുക്കാൻ വേണ്ടി ഇങ്ങനെ തുറക്കുക, പക്ഷെ മെസ്സേജ് ചിലപ്പോൾ വായിച്ചോളുന്നില്ല, വേറെ എന്തെങ്കിലും കണ്ടിട്ട് അങ്ങനെ പോകും. അപ്പൊ അങ്ങനെയുള്ള ഒരു ക്വാളിറ്റി ടൈം പലപ്പോഴും സോഷ്യൽ മീഡിയ യൂസേജും ഫോൺ യൂസേജും വഴി നല്ല ഒരു വിഭാഗം ആളുകൾ നഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ അത് എങ്ങനെ ഇവരുടെ ഈ സമയത്ത് മാനസിക സമ്മർദ്ദം കൂട്ടുകയാണോ കുറയ്ക്കുകയാണോ, അതല്ലാന്നുണ്ടെങ്കിൽ അതിനെ മാനേജ് ചെയ്യുന്ന കാര്യത്തിൽ എന്താണ് ഒപ്പീനിയൻ? ബേസിക്കലി ഒരു ടൈം മാനേജ്മെൻ്റ് ആണ് ഈ ഒരു ഏരിയയായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്. നമ്മളൊരു പ്രയോറിറ്റി മാട്രിക്സ് നമ്മളെ ലൈഫിലൊന്ന് കീപ്പ് ചെയ്യുകയാണെങ്കിൽ ഏറെക്കുറെ നമ്മൾ ഈ പറഞ്ഞ പോലെ സമയം കിട്ടുന്നില്ല, അല്ലെങ്കിൽ യാസി നേരത്തെ ചോദിച്ച പോലെ ക്വാളിറ്റി ടൈം വേറെ കാര്യങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല, മോസ്റ്റ് ഓഫ് ദ ടൈം നമ്മൾ ഈ സ്മാർട്ട് ഫോണിൻ്റെ പിന്നാലെയാണെന്നുള്ളൊരു അവസ്ഥയ്ക്ക് കുറച്ചെങ്കിലും ഒരു കുറവ് വരുത്താനായിട്ട് സാധിക്കുന്നതാണ് മനസ്സിലാക്കണം. പ്രയോറിറ്റി മാട്രിക്സ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് മറ്റൊന്നുമല്ല, നമ്മളെപ്പോഴും ചെക്ക് ലിസ്റ്റ് അല്ലെങ്കിൽ ടു ഡു ലിസ്റ്റ് എന്നൊക്കെ പറയും. ഒരു ദിവസം നമ്മൾ ചെയ്തിരിക്കേണ്ട കാര്യങ്ങൾ ഒന്ന് ABCD എന്നുള്ള രീതി, അല്ലെങ്കിൽ 1 2 3 4 നമുക്കൊന്ന് എഴുതിയുണ്ടാക്കാം. അതായത് ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് നമ്മൾ അന്നേ ദിവസം നമ്മൾ ഉറങ്ങുകയുള്ളൂ, അതാണ് ബേസിക്കലി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനൊരു പ്രയോറിറ്റിയാണ്. 1 2 3 ഞാൻ നിർബന്ധമായിട്ട് ചെയ്യും, 4 5 മേ ബി ഐ ക്യാൻ അവോയ്ഡ് ഇഫ് സിറ്റുവേഷൻ ഇസ് ലൈക്ക് ദാറ്റ്. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ എന്താ പറയുക, ജോലിയുടെ കാര്യമാവട്ടെ, പഠനത്തിൻ്റെ കാര്യമാവട്ടെ, നിങ്ങൾ ഫാമിലിയിൽ സ്പെൻഡ് ചെയ്യുന്ന സമയമാക്കട്ടെ, കുട്ടികളുടെ കൂടെ സ്പെൻഡ് ചെയ്യുന്ന സമയമായിക്കോട്ടെ, നിങ്ങളുടെ കൊളീഗ്സിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യുന്ന സമയമായിക്കോട്ടെ, നിങ്ങൾക്കൊരു പ്രോപ്പർ ഒരു ധാരണ ഞാൻ എവിടേക്ക് എന്തൊക്കെ ചെയ്യണമെന്നുള്ളത് കുറച്ച് മുൻകൂട്ടി ഉണ്ടെങ്കിൽ, ഞാനിപ്പോൾ ഇന്ന് ഇത്രയും സമയം ഞാൻ ഇങ്ങനെ ചിലവഴിച്ചല്ലോ, എൻ്റെ ഇത്രയും കാര്യങ്ങൾ പെൻഡിങ് വന്നല്ലോ, അത് ഒരു പരിധിവരെ നമ്മളെ സ്ട്രെസ്സിനെയും കുറയ്ക്കും. അത് ഞാനൊന്ന് കണക്ട് ചെയ്ത് പറയാൻ ശ്രമിക്കുകയാണ്. സോ ട്രൈ ടു കീപ്പ് കൈൻഡ് ഓഫ് ചെക്ക് ലിസ്റ്റ്. ഡെയിലി ഞാൻ ഇത്രയും കാര്യങ്ങൾ ചെയ്യും എന്നുള്ള കാര്യങ്ങൾ അതിൽ അവോയ്ഡ് ചെയ്യാൻ പറ്റും. നമുക്ക് അന്നത്തെ ഒരു അവസ്ഥ വെച്ചിട്ട് അവോയ്ഡ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ സ്മാർട്ട് ഫോൺ ഇത്ര സമയം, അതിൽ സോഷ്യൽ മീഡിയയിൽ ഉപയോഗിക്കുന്നത് ഇത്ര സമയം, ആൻഡ് ഫാമിലിയുടെ കൂടെ ഇത്ര സമയം, പേഴ്സണൽ സമയം അതിൽ ഉൾപ്പെടുത്തണം. നമ്മൾ റിലാക്സേഷനും നമ്മളൊരു എൻജോയ്മെൻറ്റിനുള്ള സമയം എല്ലാം അതിൽ പെടണം. നമ്മൾ എവിടെയെങ്കിലും ഒന്ന് കോംപ്രമൈസ് ചെയ്താൽ അത് മേ ബി ഫ്യൂച്ചർ ഡേയ്സിൽ നമുക്കൊരു സ്ട്രെസ്സായിട്ട് മാറാൻ സാധ്യതയുണ്ട്. സോ ട്രൈ ടു കീപ്പ് ഒരു പ്രയോറിറ്റി മാട്രിക്സ്. നിങ്ങൾ ഓരോരുത്തർക്കും അത് ഡിഫറെൻ്റ് ആയിരിക്കും. എൻ്റെ പ്രയോറിറ്റി ആവില്ല വേറൊരാളുടെ പ്രയോറിറ്റി, ഇൻഡിവിജ്വലി ഇറ്റ് മേ ഡിഫേഴ്സ്. അപ്പോൾ അത് അത്തരത്തിലൊന്ന് കീപ്പ് ചെയ്യുകയാണെങ്കിൽ ഐ തിങ്ക് യാസിൻ ചോദിച്ച പോലെ മോസ്റ്റ് ഓഫ് നമ്മൾ ഇഷ്യൂസ് ക്യാൻ ബി എന്താ പറയണ്ടേ ഡീൽ ചെയ്യാൻ പറ്റും നമുക്ക്. അപ്പോൾ അത് ക്വാളിറ്റി ടൈം വെച്ച് നമുക്ക് അത് നല്ല രീതിയിൽ എന്താ പറയണ്ടേ ഫാമിലിയുടെ കൂടെ ഇരുന്നുകൊണ്ട് തന്നെ മാനേജ് ചെയ്യാനും സാധിക്കും. പ്രധാനമായിട്ടും നമ്മുടെ ഈ സോഷ്യൽ മീഡിയ യൂസേജ് കുട്ടികളിൽ ഒരുപാട് പോസിറ്റീവ് സൈഡുകൾ ഉണ്ടാക്കുന്നുണ്ട്, അതേപോലെ നെഗറ്റീവ് സൈഡുകൾ ഉണ്ടാക്കുന്നുണ്ട്. പോസിറ്റീവ് സൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഒരുപാട് സ്കില്ലുകൾ അവർ ഇൻസ്റ്റഗ്രാം റീൽസും അതേപോലെയുള്ള യൂട്യൂബ് ചാനലുകളൊക്കെ ആയിട്ട് അവർ ഭയങ്കര നല്ല രീതിയിൽ ഉപയോഗിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഈ ലോക്ക്ഡൌൺ സമയത്ത് ഒരുപാട് ആളുകൾ വളർന്നു വന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെ ബെസ്റ്റ് എക്സാമ്പിൾ കുഞ്ഞു ശങ്കരൻ ബ്ലോഗ്സ് അതേപോലെ അങ്ങനെയുള്ള ഒരുപാട് ആളുകളുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിനെ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന ഒരു സൊസൈറ്റി കൂടിയുണ്ട്. കാരണം ഇപ്പോൾ ഒരു ഇൻസ്റ്റഗ്രാം പേജ് വരുന്നു, അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റഗ്രാമിൽ പ്രൊഫൈൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ദേ ആർ ഓപ്പൺ വിത്ത് ദ സൊസൈറ്റി. ആ ഒരു സൊസൈറ്റിയിൽ ഒരുപാട് ആളുകളുടെ പൊട്ടൻഷ്യൽ അവർക്കുണ്ട്. അപ്പോൾ ഒരു നെഗറ്റീവ് അപ്രോച്ച് വരുന്നതിനെ അവരെങ്ങനെ നേരിടണമെന്നും
അതേപോലെ തന്നെ ഒരു എല്ലാ കാര്യങ്ങളും ഈ ഫാമിലിയിൽ ഷെയർ ചെയ്യുക എന്നുള്ളൊരു കേസ് പറഞ്ഞല്ലോ. അപ്പോൾ അതിൽ ഇങ്ങനെ പരിചയമില്ലാത്ത സോഷ്യൽ മീഡിയ യൂസേജുകൾ വരുമ്പോൾ അതിനെങ്ങനെ കുട്ടികൾ തരണം ചെയ്യണം, അതിൽ പാരൻസ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇവിടെ ആക്ച്വലി രണ്ട് കാര്യങ്ങളാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, യാസീൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞ പോലെ ലോക്ക്ഡൗൺ സമയത്ത് ഒത്തിരി കുട്ടികളുടെ ഒരു എനർജിയും ക്രിയേറ്റിവിറ്റി നമുക്ക് സോഷ്യൽ മീഡിയയിൽ കാണാൻ പറ്റിയിട്ടുണ്ട്. മേ ബി പല വ്ളോഗ്സ് ആയിട്ടായിക്കോട്ടെ, അല്ലെങ്കിൽ കുക്കിംഗ് വീഡിയോസ് ആവട്ടെ, അല്ലെങ്കിൽ അവരുടെ ക്രിയേറ്റിവിറ്റി തെളിയിക്കുന്ന വേറെ എന്തെങ്കിലും വീഡിയോസ് ആയിക്കോട്ടെ. പക്ഷേ ഇതെന്താ വെച്ചാൽ ഇത് ആക്ച്വലി ഇവർ യൂട്യൂബിൽ ഇടാൻ വേണ്ടി ചെയ്യുന്നതാണോ? ഓക്കെ, അതല്ലെങ്കിൽ അവർക്കൊരു ക്വാളിറ്റി ടൈം കിട്ടുമ്പോൾ അവരുടെ ഒരു എൻജോയ്മെൻറ്റിന് വേണ്ടി ചെയ്യുന്നതാണോ എന്നുള്ളതും കൂടി ഒരു നമ്മുടെ ഉള്ളിലൊരു ചോദ്യമായിട്ട് ഉണ്ടാവണം എന്ന് എനിക്ക് തോന്നുന്നു. കാര്യം എല്ലാം ചെയ്യുന്നതൊക്കെ പബ്ലിസൈസ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എക്സാക്ട്ലി. അപ്പോൾ അതല്ലെങ്കിൽ ഞാൻ ചെയ്യണത് ബാക്കി എല്ലാവരും ഒന്ന് കാണണം. അത് മേ ബി അത് അത് ഇൻഡിവിജ്വൽ ഫ്രീഡമാണ്, അത് ഐ ഡു റെസ്പെക്റ്റ്. പക്ഷേ അപ്പുറത്തെ സൈഡിൽ നേരത്തെ ചോദിച്ച പോലെ എപ്പോഴെങ്കിലും ഒരു തിരിച്ചടി കിട്ടുമ്പോൾ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് സംഭവം വരുമ്പോൾ അതിന് റിയാക്ട് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി നമുക്കുണ്ടോ എന്നുള്ളത്. അതുപോലെ നമ്മളുടെ ഈക്വൽ ഏജിലുള്ള ആൾക്കാരിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇഷ്യൂ നമ്മളെ കുട്ടികൾ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു തോൽവി, ഒരു പരാജയം കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് കമൻറ്റ് കേൾക്കുമ്പോൾ അത് ചില ആൾക്കാർ വളരെ അസർട്ടീവായിട്ട് തന്നെ ഡീൽ ചെയ്യുന്നവരുണ്ട്. ചില ആൾക്കാർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അത് എൻ്റെ ഒരു കുഴപ്പമാണ്, തിങ്കിങ് എറേഴ്സ് എന്നൊക്കെ നമ്മൾ പറയും. ഒരു സിറ്റുവേഷൻ ഞാൻ അന്ന് ചെയ്തത് മിസ്റ്റേക്കായി, സോ ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് എന്ത് ചെയ്താലും ഐ വിൽ ബി എ ഫെയിലിയർ. ചില കേസാണ്, എല്ലാവരും അങ്ങനെയാണെന്നല്ല ഉദ്ദേശിച്ചത്. സോ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് തിങ്കിങ് എറേഴ്സ് ഉണ്ട്, നമ്മൾ ഓരോന്നിനെ കാണുന്ന രീതിയിലും നമ്മൾ ചിന്തിക്കുന്ന രീതിയിലും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതൊരു ഉപയോഗമാണെങ്കിലും ആ ഒരു ലിമിറ്റിന് അപ്പുറത്തേക്ക് പോകുമ്പോൾ അതൊരു ഓവർ യൂസേജ് ആണ്, ചിലപ്പോൾ അതൊരു മിസ്യൂസ് ആയിട്ട് മാറിയേക്കാം. സോ നമ്മളൊരു ചെയ്യുന്ന കാര്യത്തിലൊരു ലിമിറ്റ് വെക്കാനും, നമ്മളുടെ വെരി ക്ലോസ് ഒരു സർക്കിൾ, മേ ബി നമ്മൾ പാരൻസ് ആയിരിക്കാം, നമ്മൾ ടീച്ചേഴ്സ് ആയിരിക്കാം, നമുക്ക് അവരുമായിട്ടൊരു ഡിസ്കഷൻ വെക്കാം. എങ്ങനെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുകയാണെങ്കിൽ അത് സൊസൈറ്റിക്ക് ഉപയോഗപ്രദമാവുന്ന രീതിയിൽ ഒത്തിരി പേര് കുറേ കാര്യങ്ങളെ പറ്റിയിട്ട് ഇപ്പോൾ വീഡിയോസ് ചെയ്യുന്നുണ്ട്, വിച്ച് ഈസ് വെരി ഇൻഫർമേറ്റീവ് ആസ് വെൽ. അപ്പോൾ അത് മേ ബി നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ടാവും. പക്ഷേ ഈ അനാവശ്യമായിട്ട് എന്ത് ചെയ്താലും പബ്ലിസൈസ് ചെയ്യുക എന്നുള്ള രീതിയിൽ അതിൻ്റെ ഒരു ആവശ്യം എന്താണ് എന്നുള്ളത് നമ്മളൊക്കെ ചിന്തിക്കേണ്ടതാണ്. ഒപ്പം അത് ചെയ്യുമ്പോൾ വേറൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ, ഈ ഒരു മേഖലയിൽ ഒന്നും വരാത്ത ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്ക് എന്താണ് സ്വാഭാവികമായിട്ടും തോന്നുക, ഒരു വീഡിയോ ചെയ്യലും അത് അപ്ലോഡ് ചെയ്യലും അല്ലെങ്കിൽ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടാവുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിൽ വരുന്ന സാധനങ്ങൾ. അപ്പോൾ അതില്ലെങ്കിൽ കുറവായിട്ട് കാണാം, അല്ലെങ്കിൽ വീഡിയോ ഒന്നും ചെയ്യുന്നില്ലേ, അല്ലെങ്കിൽ ആ ലെവലിലേക്കൊക്കെ എത്തേണ്ടതല്ലേ എന്നുള്ള രീതിയിൽ ഒരു ഓവർ പബ്ലിസൈസിങ് തിങ്സ് ആയി വരുന്നുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് ലിമിറ്റ് ചെയ്യാൻ, അത് ഇപ്പോൾ എനിക്ക് നിർബന്ധമായിട്ടത് ലിമിറ്റ് ചെയ്യണം എന്നുള്ളതല്ല, നമുക്കുള്ളൊരു കപ്പാസിറ്റിക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് അത് പാരൻസുമായിട്ട് ഡിസ്കസ് ചെയ്ത്, ഫ്രണ്ട്സുമായിട്ട് ഡിസ്കസ് ചെയ്ത്, നമ്മളുടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെരി ക്ലോസ് സർക്കിളായിട്ടുള്ള ടീച്ചേഴ്സ് ആവട്ടെ, പാരൻസ് ആവട്ടെ, ഫ്രണ്ട്സ് ആവട്ടെ ഡിസ്കസ് ചെയ്ത് ആ ഒരു വീഡിയോൻ്റെ ഒരു പ്ലസും മൈനസും കണക്കിലാക്കിയിട്ട് ഇടുക. അതല്ലാണ്ട് എല്ലാം അതിൽ പോകാമെന്ന് കഴിഞ്ഞാൽ അത് മേ ബി അവർക്കൊരു ഫാമിലി ആയിട്ടുള്ളൊരു ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, ഫുൾ ടൈം ഇതിൻ്റെ ഉള്ളിൽ മാത്രമായിരിക്കും. ഞാൻ ചോദിച്ചൊരു സെക്കൻഡ് പാർട്ടിലെ ഒരു കാര്യം, അതായത് ഇപ്പോൾ കുട്ടികൾക്ക് ഇപ്പോൾ ഒരു ഇൻസ്റ്റഗ്രാമിൽ അവർക്ക് പരിചയമില്ലാത്ത ഒരു സ്ഥലത്ത് ഒരു മെസ്സേജ് വരും, അവരൊരു വളരെ ലോൺലി ആയിട്ട് നിൽക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരാളാണ്, കുട്ടികളെ ഫുള്ളായിട്ട് ഫ്രീഡത്തിൽ ഇങ്ങനെ വിട്ടിട്ടുള്ളൊരു ഇതാണെങ്കിൽ, ഈ കുട്ടിയുടെ എന്താ പറയുക, അവരെ ബാധിക്കുന്ന നെഗറ്റീവായിട്ട് ഹാംഫുള്ളി ഇമ്പാക്ട് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ വരാം. ഇപ്പോഴത്തെ പറയുന്ന ടോക്സിക് റിലേഷൻ കാര്യങ്ങളൊക്കെ ഒരുപാട് കടന്നു വരാം. അങ്ങനെ കടന്നു വരുമ്പോൾ അതിനെ എങ്ങനെ തിരിച്ചറിയാൻ പറ്റണം, അതിനെതിരെ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യണം നമ്മളെ കിഡിനെ, അല്ലെങ്കിൽ കുട്ടികളുടെ പ്രൈവസിയിലേക്ക് ഓവർ കയറി ചെല്ലണം എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ അവരുടെ നെഗറ്റീവായിട്ട് ഹാംഫുള്ളി ഇമ്പാക്ട് ചെയ്യുന്നതിന് എങ്ങനെ കുട്ടിയെ ഒരു പരിധി വരെ ആ കുട്ടീനെ കാര്യങ്ങൾ മനസ്സിലാക്കാനൊക്കെ സാധിക്കും? ഇത് ബേസിക്കലി ഇത് ഒരൊറ്റ ആൻസർ അതെനിക്ക് പറയാനായിട്ടില്ല, ബിക്കോസ് അതൊരു പ്രോസസ്സാണ് ശരിക്കും പറഞ്ഞാൽ. ഈവൺ അത് പാരൻസും കുട്ടിയും തമ്മിലുള്ളൊരു ബന്ധമാണ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇപ്പോൾ ഒട്ടും അറിയാത്ത ഒരാൾ എന്നോടൊരു ഹലോ പറയുന്നു, എവിടെയാണ് വീട് ചോദിക്കുന്നു, പേര് ചോദിക്കുന്നു, ഇട്ട ഡ്രസ്സ് എന്താണെന്ന് ചോദിക്കുന്നു, വീട്ടിൽ വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്നു. ദ വേ ഹീ സ്പീക്സ്, അല്ലെങ്കിൽ അവരിൽ നിന്ന് വരുന്ന മെസ്സേജുകൾ, അത് പോകുന്ന തലങ്ങൾ എന്തൊക്കെയാണ് എന്ന് പ്രോപ്പറായിട്ട് മനസ്സിലാക്കാൻ പറ്റണം, ഒന്നാമത്തെ കാര്യം. അതല്ലാതെ എപ്പോഴാണ് ഇതിനൊരു വ്യാസം ചോദിച്ച പോലെ അതിലേക്ക് അങ്ങോട്ട് ഇൻവോൾവ് ആവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, വീട്ടിൽ നിന്ന് വേണ്ട രീതിയിലൊരു കെയറും, അല്ലെങ്കിൽ ഉമ്മ ഉപ്പ അല്ലെങ്കിൽ അച്ഛൻ അമ്മ നമുക്ക് വേണ്ടുന്ന ഒരു സ്നേഹം, ഒരു പരിഗണന കിട്ടാത്ത സമയത്ത്, വീട്ടിൽ നിന്ന് എപ്പോഴും ചീത്തയും ബഹളും, ഒരു ഓവർ ഇൻവോൾവ്മെൻറ്റ്, ഫോൺ തുടരുത്, ഫോൺ വാങ്ങി വയ്ക്കുക, അങ്ങനത്തെ ഒരു കുട്ടീനൊരു ഓവറായിട്ട് നമ്മൾ ഓവർ പ്രൊട്ടക്ഷനാണ് കരുതുന്നത്, പക്ഷെ അത് നെഗറ്റീവായിട്ടാണ് ബാധിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും പഠിക്കാൻ കിട്ടുന്ന സമയത്ത് വാട്സപ്പ് ഓപ്പൺ ചെയ്യണു,
അപ്പോൾ ഇങ്ങനെ അല്ലെങ്കിൽ വാട്സപ്പല്ല എനി അതർ സോഷ്യൽ മീഡിയ അതിലൂടെ ഒരു അൺനോൺ പേഴ്സൺ വരുന്നു, വളരെ നല്ലൊരു കുട്ടിയാണ്, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു സ്വഭാവം എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ എവിടെയും കിട്ടാത്തൊരു കെയർ എനിക്ക് വേറൊരു എന്നെ അറിയാത്ത ഒരാൾ വരുമ്പോൾ ചില കുട്ടികൾ അതിലേക്ക് അടിമപ്പെട്ടു പോകുന്ന ഒരവസ്ഥ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരാൾ നമ്മളെ അടുത്തേക്ക് വരുമ്പോൾ അത് ഏതൊക്കെ ഡയമെൻഷൻ വരെ പോവാം എന്ന് നമ്മളുടെ മക്കൾക്കൊക്കെ ഒരു ധാരണ ഉണ്ടാവണം. അതിപ്പോൾ നമുക്ക് ഈവൻ അറിയാത്ത ആളാവണമെന്നില്ല, അറിയുന്ന ആളാണെങ്കിൽ കൂടിയും അതിൻ്റെ ഒരു എവിടെയൊക്കെ നിർത്തണം നമ്മളെ സംസാരം, എങ്ങനെയൊക്കെ അതിൻ്റെ സംസാരം തുടരണം, ഏത് ഘട്ടത്തിൽ അത് പാരൻസുമായിട്ട് ഡിസ്ക്ലോസ് ചെയ്യണം, അതിൻ്റെ ഒരു കൃത്യമായൊരു ധാരണ കുട്ടിക്കും വേണം, അതുപോലെ പാരൻസിനും വേണം. എന്തായാലും വളരെ ബ്രോഡായിട്ടുള്ള കാര്യങ്ങൾ വളരെ ചുരുങ്ങി ഒരു 30-35 മിനിറ്റിൽ നമ്മൾ സംസാരിച്ചു. എന്തായാലും ഈ കുട്ടികളുടെ ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇനിയും ഇതേപോലെയുള്ള സിറ്റിങ്ങുകൾ വേണം. എന്തായാലും ഇന്നത്തെ ഡിസ്കഷൻ ഒരു ഫാമിലിയിലേക്ക് എടുക്കാൻ പറ്റിയ അവരുടെ കയ്യിലേക്ക് കിട്ടുന്ന കുറേ പോയിന്റുകൾ ഞാൻ മനസ്സിലാക്കുന്നു. എന്തായാലും ഒരുപാട് സന്തോഷം.